ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസ എന്ന് പറയുന്ന ഒരു സിനിമ ഡയലോഗ് ഓർത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാ കാര്യങ്ങൾക്കും ചില പ്രത്യേക കാലഘട്ടം, സാഹചര്യം വരാനുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് ചില കാലം, ചില സാഹചര്യം വളരെ പ്രധാനമാണ്. സാധാരണഗതിയിൽ ലോകത്തുള്ള മുസ്ലിങ്ങൾക്കിടയിൽ പരസ്പരം ചെളിവാരി എറിയുന്നതിനും തമ്മിൽ തല്ലുന്നതിനും പരസ്പരം അക്രമങ്ങളിൽ ഏർപ്പെടുന്നതിനും പ്രത്യേകിച്ച് അങ്ങനെ കാലമോ കാലഘട്ടമോ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ കാരണം അതെല്ലാം ആ മതത്തിനകത്ത് തന്നെ എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കിടയിലും സംഘർഷങ്ങളും സംശയങ്ങളും പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാവാൻ പാകത്തിനുള്ളതൊക്കെ ആ മതത്തിനകത്ത് തന്നെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നത് പറയാൻ കാരണം. നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സമുദായത്തിനിടയിലുള്ള സുന്നി, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി പരസ്പരമുള്ള തർക്കം, സുന്നികൾ തമ്മിൽ തന്നെയുള്ള പരസ്പരമുള്ള തർക്കം, ഇതിനും ഈ പറയുന്നത് പോലെ പ്രത്യേകിച്ച് കാലമോ സമയമോ സന്ദർഭമോ ഒന്നും ആവശ്യമുണ്ടാവാറില്ല. എന്നാലും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ തമ്മിൽ തല്ല് രൂക്ഷമാകുന്ന, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള തമ്മിൽ തല്ലിന്റെ വാർഷികാഘോഷം എന്ന് നമുക്ക് പറയാവുന്ന ഒരു സംഭവമാണ് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ആ ഒരു റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ തുടങ്ങും. അതൊരറ്റത്തുനിന്ന് തുടങ്ങും, മറ്റേ അറ്റം വരെ വ്യാപിക്കും. റബീഉൽ അവ്വൽ 12-ന് നബിദിനാഘോഷം നടത്തുന്ന ഒരു കൂട്ടരും അത് നടത്താൻ പാടില്ല, അത് ഷിർക്കാണ് എന്ന് ആരോപിക്കുന്ന മറ്റൊരു കൂട്ടരും, അല്ലെങ്കിൽ ബിദ്അത്താണ് എന്ന് പറയുന്ന വേറൊരു കൂട്ടരും, ഇവരൊക്കെ കൂടെയുള്ള പരസ്പരം ആക്ഷേപങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദപ്രതിവാദങ്ങളും ഒക്കെ സാധാരണമാണ്. കുറെ കാലങ്ങളായിട്ട് കേരളത്തിലെ മനുഷ്യർക്ക്, അത് മുസ്ലിങ്ങളായിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും ഇതൊക്കെ പരിചിതമായിട്ടുള്ള സംഭവങ്ങളാണ്. ആ പതിവിന് ഭംഗം വരാതെ ഇത്തവണയും റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് ആ തരം കലഹങ്ങൾ കുറച്ച് ദിവസം മുൻപേ തുടങ്ങിയിട്ടുണ്ട്. നബിദിനം ആഘോഷിക്കാൻ പാടുണ്ടോ ഇല്ലയോ? എന്നാൽ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ മുഹമ്മദ് നബിയെ ഒരു സാധാരണ മനുഷ്യനായി മാത്രം കാണുന്നവരാണെന്നും അതവർ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നും അതുകൊണ്ട് തന്നെ അവരെ ഒന്നും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായിട്ട് പോലും പരിഗണിക്കാൻ പാടില്ല എന്നുമായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന. ഈ നബിദിനം ആഘോഷിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതുപോലെ തന്നെ പ്രധാനമായിട്ട് ഇവർക്കിടയിലുള്ള വലിയ ചർച്ചയാണ്, തർക്കമാണ്, മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായിരുന്നോ അല്ലയോ. MM അക്ബർ പണ്ട് അദ്ദേഹത്തിന്റെ ഏതൊരു പ്രസംഗത്തിൽ പറഞ്ഞൊരു വാക്ക്, നുബുവത്തിന് മുൻപ് അല്ലെങ്കിൽ 40 വയസ്സ് വരെ മുഹമ്മദ് എന്ന് പറയുന്നത് അറബികൾക്കിടയിൽ, ഖുറൈശികൾക്കിടയിൽ ജീവിച്ച, ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യനായിരുന്നു എന്നതാണ്. ആ ഒരു പ്രസ്താവനയെ മുൻനിർത്തി മുജാഹിദുകളെ അതിരൂക്ഷമായി വിമർശിക്കുന്ന സുന്നികളെ നമ്മൾ കലാകാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ പ്രസ്താവന ഇവരെടുത്ത് പറയാറുണ്ട്. എന്തായാലും മുജാഹിദും ജമാഅത്തും ഒന്നും മുസ്ലിങ്ങളല്ല എന്നുള്ള കാന്തപുരത്തിന്റെ പ്രഖ്യാപനം വന്നതോടുകൂടി ആകെ ഹാലിളകി, കോളിളക്കമായി. മറുപടികളുമായിട്ട് മുജാഹിദ് ഭാഗത്തുള്ള ആളുകൾ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ മുസ്ലിങ്ങളല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളാണോ എന്ന് തിരിച്ചു ചോദ്യം ഉണ്ടാവാൻ തുടങ്ങി. EK വിഭാഗം സുന്നികൾ, അതിന്റെ യുവജന സംഘടനയായിട്ടുള്ള SYS, അവരും രംഗത്ത് വന്നു. സംഗതി AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതൊക്കെ ശരിയാണ്, ഇവരെ അങ്ങനെ മുസ്ലിങ്ങളായിട്ട് കൂട്ടാനൊന്നും പറ്റൂല, പക്ഷേ നമ്മളത് അങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ അവിടെയും ഉയർന്നു വന്നു. അങ്ങനെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നബിദിനം ആഘോഷിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന കേവലമായ തർക്കത്തിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തല്ലാണ് ഇത്തവണ ഇവർ തമ്മിൽ ഇപ്പം തുടങ്ങി വെച്ചിട്ടുള്ളത്. ഈ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക്കാർ അത്ര മോശക്കാരൊന്നും അല്ല കേട്ടോ. ഇവിടെയുള്ള സുന്നികൾ, ഇവിടുത്തെ ആണ്ട് നേർച്ച, ജാറം തുടങ്ങിയിട്ടുള്ള ഇവരുടെ ആചാരങ്ങൾ, മൗലിദ് പോലെയുള്ള കാര്യങ്ങൾ, ദിക്ർ ഹൽക്കകൾ, ഇങ്ങനെയുള്ള ഇവരുടേതായിട്ടുള്ള ചില വിശ്വാസ പ്രമാണങ്ങൾ, ഇവരുടേതായിട്ടുള്ള രീതികൾ, നബിദിനാഘോഷം തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇവരൊക്കെ ശിർക്ക് ചെയ്യുന്നവരാണെന്നും ഇവർ മുശ്രിക്കുകളാണ് എന്നും പറയുന്ന ആൾക്കാരാണ് മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും. ഒരു കാര്യം ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, കുഫറിനേക്കാളും ഭീകരമാണ് ഷിർക്ക് എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെയാണ് മുജാഹിദുകൾ. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ പറഞ്ഞതിന്റെ ആകത്തുക അതാണ്. ഇസ്ലാം മതം സ്വീകരിക്കാത്തവർ കാഫിറുകളെക്കാളും അപകടകാരികളാണ്, അല്ലെങ്കിൽ ദൈവത്തിനടുത്ത് കൂടുതൽ കനത്ത ശിക്ഷ കിട്ടുന്നത് മുശ്രിക്കുകൾക്കാണ്. അതുകൊണ്ടാണ് ദൈവമല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർ സ്വർഗത്തിൽ പോയാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും കൂട്ടരും സ്വർഗത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പണ്ട് മുജാഹിദ് ബാലുശ്ശേരി ഒരു പ്രസംഗത്തിനിടെ പറഞ്ഞത്. അപ്പൊ ഇവരാരും മോശക്കാരൊന്നുമല്ല. എന്തായാലും ഇത്തവണയും തല്ല് വളരെ സജീവമായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് വെച്ച് ഇവരെല്ലാം കൂടി ഒന്നിക്കാനൊരു തീരുമാനവും ധാരണയൊക്കെ ആയിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു പോകുന്ന ആളുകളുടെ എണ്ണം കണ്ട് ഒരു അങ്കലാപ്പുണ്ടായ സമയത്ത്, പ്രത്യേകിച്ച് ആ കോവിഡിന്റെ ഒക്കെ സിറ്റുവേഷൻ അത് കഴിഞ്ഞ ഉടനെയുള്ള സമയത്തൊക്കെ മുസ്ലിം സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമാകുമ്പോൾ ആ വിമർശനങ്ങളെ ചെറുക്കാനും മുസ്ലിം സമുദായത്തിൽ നിന്ന് കുട്ടികൾ മതം ഉപേക്ഷിച്ച് പുറത്തു പോകുന്നത് തടയാനും വേണ്ടി ഇവർ ഒന്നിച്ചുള്ള മുന്നണികളും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ സംവാദത്തിന്റെ സമയത്തൊക്കെ ഇവരുടെ ഒരു കൂട്ടുമുന്നണിയൊക്കെ രൂപപ്പെടുന്നതും, സംവാദത്തിൽ ജബ്ബാർ മാഷ് തോറ്റു എന്ന് സമർത്ഥിക്കാൻ വേണ്ടി സമ്മേളനങ്ങളും പ്രചാരണ പരിപാടികളും സംഘടിപ്പിച്ചതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തി. നമ്മൾ പഴയ നമ്മളെ തമ്മിത്തല്ലിലേക്ക് തിരിച്ചു പോകാം എന്നിവർ തീരുമാനിച്ചതുപോലെയാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് വീണ്ടും ഇവർ തമ്മിലുള്ള ഈ വാക്പോരുകൾ കാണുമ്പോൾ നമുക്ക് തോന്നാം.
എന്താണ് ഇവർ തമ്മിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം? എന്താണ് ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഈ അനൈക്യത്തിൻ്റെയും ഈ പരസ്പര വിശ്വാസമില്ലായ്മയുടെയും പരസ്പരം പോരടിക്കുന്നതിൻ്റെയും തമ്മിൽ തല്ലുന്നതിൻ്റെയും യുദ്ധം ചെയ്യുന്നതിൻ്റെയും ഒക്കെ മൂല കാരണം? ആ മൂല കാരണം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. സർവോപരി ആ മതത്തിൻ്റെ സ്ഥാപകനായ മുഹമ്മദ് നബിയാണ്. അപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ സ്ഥാപകനായ മുഹമ്മദ് നബി എന്ന് ഞാൻ പറയുന്നത് അതങ്ങനെ തന്നെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ്. ഇനി അത് ക്ലിപ്പ് ചെയ്തിട്ട് വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, അപ്പം ഞാൻ അതിന് മറുപടി പറയാം. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ മൂല കാരണം ആരാണ്? മുഹമ്മദ് നബിയാണ്, ഇസ്ലാമാണ്, അതിൻ്റെ ഗ്രന്ഥമാണ്, അതിൻ്റെ ആശയമാണ്. എന്താണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയത്തിലുള്ള പ്രശ്നം? ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയത്തിലുള്ള പ്രശ്നം പരസ്പര വിശ്വാസമില്ലായ്മ എന്നുള്ളതാണ്. മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ മുഹമ്മദ് നബിയുടെ അനുചരന്മാർക്കിടയിൽ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തവരുണ്ടായിരുന്നു, അഭിനയിക്കുന്നവരുണ്ടായിരുന്നു, മുനാഫിക്കുകളുണ്ട്. ഇവർ കപടന്മാരാണോ എന്ന് സംശയം മുഹമ്മദിന് പലരെയും കുറിച്ചുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് കിട്ടും. അപ്പോൾ ഇവരെ തന്നെ വിശ്വാസമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. മറ്റൊരു പ്രശ്നം, ഈ മതത്തിന്റെ ദർശനം തന്നെ പരസ്പരം വിശ്വാസമില്ലായ്മയും പരസ്പരം വിദ്വേഷവും വെറുപ്പും പരസ്പരം ഒരു അനൈക്യവും ആളുകൾക്കിടയിൽ ഉണ്ടാവാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. കാരണം മനുഷ്യർ എന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് മാറി മുസ്ലിം അമുസ്ലിം എന്ന ഒരു സങ്കല്പനത്തിലേക്ക് മനുഷ്യരാശിയെ വിഭജിക്കുകയാണ് അടിസ്ഥാനപരമായിട്ട് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ആദ്യത്തെ പണി. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെ മുസ്ലിങ്ങളെന്നും കാഫിറുകളെന്നും അല്ലെങ്കിൽ സത്യവിശ്വാസികളെന്നും സത്യനിഷേധികളെന്നും മനുഷ്യരെ വിഭജിച്ചു കഴിഞ്ഞാൽ ആ വിഭജനത്തിന്റെ ആ അപരവൽക്കരണത്തിന്റെ എലമെന്റ്, അതിൻ്റെ ഒരു ജീന് മുസ്ലിങ്ങൾക്കിടയിലും ഈ പ്രത്യയശാസ്ത്രത്തിനിടയിലും ഉണ്ടാവും. ഈ അപരവൽക്കരണത്തിന്റെ ഒരു സ്വഭാവം സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങൾ എന്ന രീതിയിൽ മാറി നിൽക്കുന്ന ഈ സമൂഹത്തിനിടയിൽ ഉണ്ടാവും. അവർ പരസ്പരം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവിടെ സുന്നി ഷിയ എന്നുള്ള സെക്ട് വരും. ഷിയാക്കളിലേക്ക് പോയാൽ ഷിയാക്കളിൽ തന്നെ പരസ്പര വിശ്വാസമില്ലായ്മയും തർക്കവും, ഞങ്ങളാണ് മികച്ചത്, ഞങ്ങൾ മാത്രമാണ് ശരി എന്ന ഒരു സ്വഭാവം അവർക്കിടയിൽ ഉണ്ടാവും. അവിടെ വിഭാഗീയത ഉണ്ടാവും, പല ഗ്രൂപ്പുകൾ ഉണ്ടാവും, പരസ്പരം അടിപിടി ഉണ്ടാവും, കലഹം ഉണ്ടാവും. സുന്നികളിലേക്ക് വന്നാൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾ, വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത സ്കൂളുകൾ, വ്യത്യസ്ത ഇമാമുമാരെ പിൻപറ്റുന്നവർ, അതിന്റെ തീവ്രത ഏറ്റക്കുറച്ചിലുള്ളവർ, അവർ പരസ്പരമുള്ള ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, അതിനെ തുടർന്നുണ്ടാവുന്ന തർക്കങ്ങൾ, അതും അക്രമത്തിലേക്കും അടിപിടിയിലേക്കും യുദ്ധങ്ങളിലേക്കും വരെ എത്തിച്ചേരും. ഇനി നമ്മുടെ നാട്ടിലെ സുന്നി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തർക്കത്തിലേക്ക് നിങ്ങൾ വന്നു നോക്കൂ. അവിടെയും ഇതേ എലമെന്റ് ഒക്കെ തന്നെയാണ്. ഈ മതഗ്രന്ഥത്തിലുള്ള ചില കാര്യങ്ങൾ, അതിന്റെ വിശ്വാസങ്ങൾ, അതിന്റെ ആരാധനകൾ, അത് ഞങ്ങൾ ചെയ്യണതാണ് ശരി, നിങ്ങൾ ചെയ്യണത് അത്ര ശരിയല്ല എന്നതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. കൈ കെട്ടുന്നത് എവിടെയാണ്? ഖുത്ബ മലയാളത്തിൽ ഓതാൻ പാടുണ്ടോ? നബിദിനം ആഘോഷിക്കാൻ പാടുണ്ടോ ഇല്ലേ? സക്കാത്ത് പള്ളി കമ്മിറ്റിക്ക് പിരിച്ചു കൊടുക്കാൻ പറ്റുമോ അതോ സ്വന്തം നിലക്ക് കൊടുക്കണോ? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ തമ്മിൽ. സുബഹി നമസ്കാരത്തിൽ കുനൂത്തുണ്ടോ? ഇതൊക്കെയാണ് വലിയ ചർച്ച. ഇതിന്റെ പേരിലാണ് ഒറ്റ പള്ളിയായിരുന്നത് 2 പള്ളിയും 4 പള്ളിയുമായി പിളർന്നു പോകുന്നതും ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നതും ആശയപരമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ എന്ന പേരിൽ തെരുവുകളിൽ പരസ്പരം ആളുകളെ ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന മതപ്രഭാഷണങ്ങളും ഖണ്ഡനമണ്ഡനങ്ങളും നടക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ മൂല കാരണം മതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിശ്വാസമാണ്, സ്വഭാവമാണ് എന്നാണ്. ഇതിന്റെ പലതരത്തിലുള്ള വകഭേദങ്ങളാണ് നമ്മൾ ലോകത്തിന്റെ പല ഭാഗത്തും മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ, മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ, രാജ്യങ്ങൾക്കിടയിലുള്ള കലഹങ്ങളും യുദ്ധങ്ങളും അക്രമങ്ങളും ഒക്കെ നടക്കുന്നതിന്റെ കാരണം ഞങ്ങളാണ് യഥാർത്ഥം ഇസ്ലാം. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇസ്ലാമിക ഭരണമെങ്കിൽ ആ ഇസ്ലാമിക ഭരണം ഉണ്ടെങ്കിൽ ആ ഭരണം യഥാർത്ഥ ഇസ്ലാമിക ഭരണമല്ല എന്നും യഥാർത്ഥ ഇസ്ലാം ഞങ്ങളടുത്താണുള്ളതെന്നും ഈ ഇസ്ലാം സ്ഥാപിക്കൽ ഞങ്ങളുടെ ധർമ്മമാണെന്നും വിചാരിക്കുന്ന മറ്റൊരു ഇസ്ലാമിക് വിഭാഗം ഉണ്ടായി വരിക. എന്നിട്ട് അവരെ ആക്രമിക്കുക, അവരുടെ അധികാരം കൈക്കലാക്കാൻ ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ISIS ആയിട്ടും താലിബാനായിട്ടും മറ്റു പല ഇസ്ലാമിക തീവ്ര സംഘടനകളായിട്ടും അക്രമത്തിലൂടെ അല്ലാതെ ആശയപ്രചരണത്തിലൂടെ ഈ ഇസ്ലാമിനെ നവീകരിക്കാം എന്ന് വിചാരിക്കുന്ന മറ്റു ചില വിഭാഗങ്ങളായിട്ടൊക്കെ ലോകത്തെമ്പാടും വ്യത്യസ്ത സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തും ആ തരം അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും യുദ്ധങ്ങളിലും അക്രമങ്ങളിലും വിപ്ലവങ്ങളിലും ഒക്കെയാണ് കലാശിക്കുന്നത്. പലപ്പോഴും പള്ളികൾക്കകത്ത് ബോംബ് പൊട്ടിയിട്ടൊക്കെയാണ് ഇത്തരം ആശയ വ്യത്യാസങ്ങൾ ഇവർ പ്രകടിപ്പിക്കുന്നതും ഇവരതിനു വേണ്ടി ഇവരുടെ നിലപാടുകൾ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അക്രമവും അടിപിടിയും കത്തിക്കുത്തും വെട്ടിക്കൊല്ലലും എല്ലാം ഇതേ കാരണങ്ങൾ കൊണ്ടൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു പൊതു സ്വഭാവമല്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ അതിന് അനുകൂലമല്ലാത്തത് കൊണ്ടാണ്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ച് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്നത് അടിസ്ഥാനപരമായിട്ട് അവരുടെ കടമയാണെന്ന് അവർ വിചാരിക്കുകയും
ആ കടമ തന്നെ ആദ്യം നിർവഹിക്കേണ്ടത് മതസമൂഹത്തിനിടയിലാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടർ ചെയ്യുന്നത് തെറ്റാണ്, ശരിയല്ല എന്ന് ഒരാൾക്ക് തോന്നിയാൽ അതിനെ തടയുക എന്നത് ഇവരുടെ ബാധ്യതയായി വരും. അങ്ങനെ തടയുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു തിന്മ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ ആദ്യം കൈകൊണ്ട് തടയണം എന്നാണ്. കൈകൊണ്ട് എന്ന് പറഞ്ഞാൽ കയ്യിൽ ചിലപ്പോൾ ആയുധം ഉണ്ടാവും, അപ്പൊ അതുകൊണ്ട് തടയണം. അതില്ലെങ്കിൽ നാക്കുകൊണ്ട്, അതില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും തടയണം എന്നാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവെ ഇത് വാക്കുകൊണ്ട്, നാക്കുകൊണ്ടുള്ള തടയലാണ് സാധാരണഗതിയിൽ കാണല്. അതാണ് നമ്മൾ ഈ വാദപ്രതിവാദമായിട്ടും പരസ്പരം ചെളിവാരിയെറിയലായിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പരസ്പര വിദ്വേഷവും വെറുപ്പും അപരവൽക്കരണവും മുസ്ലിം സമുദായത്തിനിടയിൽ എങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾ നോക്കണം. ഇവർ പരസ്പരം തുടർന്ന് നമസ്കരിക്കാൻ പാടുണ്ടോ ഇല്ലേ വലിയ ചർച്ചയാണ്. സുന്നിയെ തുടർന്ന് നമസ്കരിക്കാൻ പറ്റുമോ? മുജാഹിദിനെ തുടർന്ന് നമസ്കരിക്കാൻ പറ്റുമോ? അവനെ കണ്ടാൽ സലാം പറയാൻ പറ്റുമോ? ഈ സുന്നി മുജാഹിദ് ആശയക്കാർ തമ്മിൽ പരസ്പരം വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലേ? ഇതൊക്കെ ഈ മതസമൂഹത്തിനകത്ത് നടക്കുന്ന ചർച്ചകളാണ്, തർക്കങ്ങളാണ്. ഇത്തരം ചിന്തകളൊക്കെ ഇവർ പരസ്പരം വെച്ചു പുലർത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പല എക്സ്റ്റൻഷനിലുള്ള മറുപടികൾ, അഭിപ്രായങ്ങൾ നമ്മൾ പലരിടത്തുനിന്നായിട്ട് കേട്ടിട്ടുണ്ട്. ഈ എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ പണ്ട് ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ വിഭാഗമായിട്ടുള്ള എ പി വിഭാഗം സുന്നികൾക്കിടയിൽ നിന്ന് മനുഷ്യത്വരഹിതമായ തരത്തിലുള്ള പല പ്രസ്താവനകളും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. നിങ്ങളിൽ പലരും അതൊക്കെ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും. അതിലൊരു ചങ്ങാതി പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക്കാരനൊക്കെ മരിച്ചു കഴിഞ്ഞാല് അത് കുളിപ്പിക്കൊന്നും വേണ്ട, ഇവ മതപരമായിട്ടുള്ള ചടങ്ങുകൾക്കൊന്നും നിൽക്കേണ്ട കാര്യമില്ല, അതൊരു കുഴി എടുക്കുക, അതിലേക്ക് തോണ്ടിയാൽ ഇട്ടാൽ മതി എന്നാണ്. അതിനെ കുളിപ്പിക്കേണ്ട, കഫൻ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. മതപരമായ ആചാരങ്ങളും മതപരമായ നിഷ്ഠകളൊന്നും, റെസ്പെക്റ്റ് ഒന്നും ആ ഡെഡ് ബോഡിയോട് പോലും കാണിക്കേണ്ട എന്ന് പറയുന്ന ആൾക്കാർ വരെ നമ്മുടെ ഇടയിലുണ്ട്. വേറൊരു വിദ്വാൻ ഒരു കാസർഗോഡ് ശൈലിയിലുള്ള പ്രസംഗത്തിൽ ഞാൻ കേട്ടത്, അവരോട് കച്ചവടം ചെയ്യാൻ പാടില്ല, നമ്മളെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടത്തേക്ക് മുജാഹിദ ജമാഅത്ത് പോലത്തെ ആരെങ്കിലും കയറി വന്നാൽ അവരോട് കടക്കട പുറത്ത് എന്ന് പറയണം, അവരെ വീട്ടിൽ കയറ്റാൻ പാടില്ല, അവരോട് കച്ചവട ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, അവരുടെ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഏതെങ്കിലും ഒരു ജമാഅത്തോ മുജാഹിദുകാരനോ ഒരു ബസ്സിന്റെ ഫ്രണ്ടിൽ കയറിയാൽ അതിന്റെ പുറകെ കയറരുത്, കാരണം അവന്റെ മുഖത്തടിച്ച കാറ്റ് വന്ന് നിന്റെ മുഖത്തടിക്കും. അത്രയും അപകടമാണ് അവർ, ഡേഞ്ചറാണ് അവർ. അതുകൊണ്ട് അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കണം എന്ന് വരെ പ്രസംഗിച്ച ആൾക്കാർ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ നബിദിന കാലത്തും പതിവനുസരിച്ച് തുടങ്ങിയിട്ടുള്ള ഈ തമ്മിൽ തല്ല് പരസ്പരം വിശ്വാസികളല്ല എന്ന് ആക്ഷേപിക്കുന്ന നിലവാരത്തിലേക്ക്, കാഫിർ എന്നും മുശരിക് എന്നും ആക്ഷേപിക്കുന്ന, അവര് മതത്തിൽ നിന്ന് തന്നെ പുറത്താണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിലവാരത്തിലേക്ക് ഇവര് മാറുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയും അതിനോടുള്ള പ്രതികരണങ്ങളും അത് സംബന്ധിച്ച വാർത്താമാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളൊക്കെ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇതാണ്, ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന സ്വഭാവത്തിന്റെ പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ സുന്നി മുജാഹിദ് തർക്കം മുതൽ അങ്ങോട്ട് ലോകത്ത് ഇസ്ലാമിക സമൂഹങ്ങളിൽ പോലും മുസ്ലിങ്ങൾ പരസ്പരം പോരടിച്ചും കലഹിച്ചും യുദ്ധം ചെയ്തും പള്ളികളിൽ പോലും ബോംബ് വെച്ചും പൊട്ടിച്ചും പരസ്പരം വിശ്വാസികളെ തന്നെ കൊന്നൊടുക്കിയും ഇവർ കാണിക്കുന്ന അവനവന്റെ ശരികളെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ തത്രപ്പാട് ഇസ്ലാം എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ ആ ആദർശത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമാണ്. അത് മാനവിക വിരുദ്ധമാണ് എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്.